Hi viewers, welcome back to another video of Tincy's Academy. Now we are going to listening part C. How effective is it? Now we have a lot of students who are very part of listening part C. Now we have effective information, knowledge part C. That's question listening part C main item one presentation ആയിട്ട് നമുക്ക് ചോദിക്കാം അതല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതിൽ സ്പീക്കർ സംസാരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 4 to 5 minutes കണ്ടിന്യൂസ് ടോക്ക് അവർ തരാറുണ്ട് അല്ലേ ലോങ് ടോക്ക് നമുക്ക് തരാറുണ്ട് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു പ്രസന്റേഷൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൽ ഒരു സ്പീക്കർ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇവിടെ സ്പീക്കർ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ലൈക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ടോക്ക് അബൌട്ട് അതല്ലെങ്കിൽ ദാറ്റ് ബ്രിങ്സ് മീ ടു മൈ നെക്സ്റ്റ് പോയിന്റ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സോ ഇത്തരം കാര്യങ്ങൾ അവരൊരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ലിസൺ ചെയ്താലാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനിലേക്കുള്ള മൂവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ ഇനി നമുക്ക് ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് രണ്ട് സ്പീക്കേഴ്സ് ആണുള്ളത് അപ്പം ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളും മറ്റൊരാൾ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ഒരാളുമാണ് അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റർവ്യൂ നമ്മൾ എടുക്കുന്ന ആളാണ് നമുക്ക് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ആളെയാണ് ലിസൺ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ OET ലിസണിംഗ് പാർട്ട് സിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കിയാലോ ഫോർ എക്സാമ്പിൾ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ദേ മേ യൂസ് ലൈക്ക് ദിസ് ഐ തിങ്ക് ഇൻ മൈ ഒപ്പീനിയൻ ഐ ഫീൽ അല്ലെങ്കിൽ ഐ ബിലീവ് മൈ കൺസേൺ അല്ലെങ്കിൽ മൈ വറി ഈസ് അല്ലെങ്കിൽ ഐ ആം പ്ലീസ്ഡ് ദാറ്റ് ടു മൈ മൈൻഡ് ഇത്തരം രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ അവരവരുടെ ഒപ്പീനിയൻസ് യൂസ് ചെയ്യാറുണ്ട് ഇനി ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ദേ മേ യൂസ് ലൈക്ക് ദിസ് ഷുവർലി ദിസ് കുഡ് അല്ലെങ്കിൽ ദിസ് വുഡ് ദിസ് ഐഡിയ വുഡ് അൺഡൗട്ടബിളി ദിസ് ഐഡിയ വുഡ് ഇറ്റ് ഈസ് ഹാർഡ് ടു ബിലീവ് ദാറ്റ് ആൻഡ് ഡെസ്പൈറ്റ് ദേ കണ്ടിന്യൂ ടു and then adjectives like this unnecessarily doubtful appreciated overtly so ഇത്തരം കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഇത്തരം സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകൾ കൃത്യമായിട്ട് നമുക്ക് ലിസൺ ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ് ഡോക്ടർ എവറേൽ തിങ്സ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റോൾ ഓഫ് കൊളസ്ട്രോൾ ലാർജ്ലി എറേഴ്സ് ഡ്യൂ ടു നമുക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് തരുമ്പോൾ 90 സെക്കൻഡ്സ് നമുക്കത് റീഡ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ നമുക്ക് അവിടെ തരുന്നുണ്ട് അപ്പോൾ ഈ 90 സെക്കൻഡ്സ് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം ക്വസ്റ്റ്യനിലുള്ള കീവേഡുകളും അതുപോലെ തന്നെ ഓപ്ഷൻസ് അകത്തുള്ള കീവേഡുകളും കൃത്യമായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാരണം ഡോക്ടർ എവറൽ തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യം ഇനി നമ്മൾ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജിൽ അദ്ദേഹം ഐ തിങ്ക് എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ഇൻ മൈ വ്യൂ എന്നാണോ പറയുന്നത് ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൊണ്ടുവരുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് പല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം മുന്നേ കൂട്ടി നമുക്കൊരു ധാരണയുണ്ട് ഇനി എന്തിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റോൾ ഓഫ് കൊളസ്ട്രോൾ സോ അത് അറൈസ് ഡ്യൂ ടു എന്നാണ് സോ അപ്പോൾ ഡ്യൂ എന്ന് പറയുമ്പോൾ റീസൺ ആണ് അല്ലേ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തു എവറോൾ തിങ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തിനെക്കുറിച്ച് ദ റോൾ ഓഫ് കൊളസ്ട്രോൾ ഡ്യൂ അല്ലേ ഇനി നമുക്ക് ഓപ്ഷൻസ് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യുക ആൻഡ് ഇംപ്രിസൈസ് യൂസ് ഓഫ് ദ ടേം ഇൻ ദ മീഡിയ കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക സോ ഇംപ്രിസൈസ് യൂസ് ഓഫ് ദ ടേം ഇൻ ദ മീഡിയ സോ മീഡിയാസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ എന്നുള്ളൊരു ടെർമിനോളജിയുടെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇംപ്രിസൈസ് ആണെന്നുള്ളതാണ് മൂവിങ് ടു ബി ഇൻഅഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല മൂവിങ് ടു സി എ ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ഇറ്റ്സ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഇൻ റിസർച്ച് സ്റ്റഡീസ് സോ റിസർച്ച് സ്റ്റഡീസിൽ ഇതിൻ്റെ ഫോക്കസ് വളരെ കുറവാണ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അല്ലേ നമുക്ക് ഫോക്കസ് കുറവാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ 3 ഓപ്ഷൻസിൻ്റെയും ഒരു ആശയം നമുക്ക് വളരെ ക്വിക്കായിട്ട് നമ്മൾ മൈൻഡിൽ വെക്കുക അണ്ടർലൈൻ ചെയ്തിടുക ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യണം. എല്ലാത്തിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓപ്ഷൻസ് കീവേഡുകൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടു. ഈ 90 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. ഇനി എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ്റെയും കീവേഡ് അനുസരിച്ചിട്ട് ഇത് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ ആണ് തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തന്നെ ഓഡിയോ പ്ലേ ചെയ്യും, കൃത്യമായിട്ട് ലിസൺ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ടൈപ്പ് ചെയ്യാം. You hear Dr. Pietro Everall giving a presentation on the subject of cholesterol. My name's Pietro Everall and my presentation is about cholesterol, and it's a fascinating, if rather complex, topic. And that probably accounts for why, amongst our patients, there's a lot of misunderstanding about the role of cholesterol and about when and why it represents a health issue. To my mind, this largely results from the rather loose use of the word, particularly by journalists and others, that leads to cholesterol being perceived as a bad thing in the patient's mind. As doctors and nurses, we have to find a way of telling our patients exactly what cholesterol is in simple terms and why it's important, and that means going back to the basic science. It's long been established that cholesterol, by helping to move fat around the body, taking it to the organs that need it, is essential for health, that without it, the body wouldn't be able to function. But when it becomes oxidized or damaged, cholesterol can contribute to the buildup of plaque in the arteries, increasing the risk of heart disease and stroke. Okay, എല്ലാവരും ഓഡിയോ കേട്ടെന്ന് വിശ്വസിക്കുന്നു. Now we'll move to the explanations. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കാം. സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എവറോൾ തിങ്സ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് തന്നിരിക്കുന്നത് ടു മൈ മൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒപ്പീനിയൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ഒപ്പീനിയൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ടു മൈ മൈൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ദിസ് ലാർജ്ലി റിസൾട്ട് ഫ്രം ദ റാദർ ലൂസ് യൂസ് ഓഫ് ദ വേർഡ്. സോ വേർഡ് എന്ന് പറയുന്ന ടെർമിനോളജിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ വേർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊളസ്ട്രോൾ എന്നുള്ളൊരു വേർഡിനെ ഇവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റാദർ ലൂസ് യൂസ് ഓഫ് ദ വേർഡ്. പ്രത്യേകിച്ചും ബൈ ജേർണലിസ്റ്റ് ആൻഡ് അതേഴ്സ്. ജേർണലിസ്റ്റ് വിച്ച് ഇസ് ഇൻഡിക്കേറ്റിംഗ് ദ മീഡിയ അല്ലേ. ഓക്കെ, ദാറ്റ് ലീഡ്സ് ടു കൊളസ്ട്രോൾ ബീയിങ് പെർസീവ്ഡ് ആസ് എ ബാഡ് തിങ് ഇൻ ദ പേഷ്യൻസ് മൈൻഡ്. സോ അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിൻ്റെ മൈൻഡിലേക്ക് വരുമ്പോൾ അവർ പെർസീവ് ചെയ്യുന്നത്, അവർ ഗ്രഹിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ച് ഒരു ബാഡ് തിങ് എന്നുള്ള രീതിയിലാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഓപ്ഷൻ അവിടെ കൃത്യമായി, കാരണം ആശയം നമുക്കവിടെ കൃത്യമായി എന്തായിരുന്നു, നമുക്ക് ഓപ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് വരുന്നത് എ ഓപ്ഷനാണ്. ദാറ്റ് ഈസ് ആൻ ഇംപ്രിസൈസ് യൂസ് ഓഫ് ദ ടേം ഇൻ ദ മീഡിയ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് റീഡ് ചെയ്യുമ്പം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തില്ല, നമ്മളുടെ കോൺവെർസേഷനിൽ പറയണമെന്നില്ല. അപ്പോൾ സ്പീക്കർ സംസാരിക്കണമെന്നില്ല. അപ്പോൾ അതിന് അവർ യൂസ് ചെയ്യുന്ന സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് കീവേഡ് അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ മറ്റൊരു ഫ്രേസ് ആയിരിക്കാം അവർ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ വേണം. അതുപോലെ തന്നെ വ്യക്തമായിട്ട് നമ്മൾ കേൾക്കുകയും വേണം. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഡിസൈഡ് സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് യു ഹിയർ ആൻ ഇന്റർവ്യൂ വിത്ത് എ നേഴ്സ് കോൾഡ് ലിയാനെ ഹൈഡോക്ക് ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഇഷ്യൂസ് ഇൻവോൾവ്ഡ് ഇൻ കെയറിംഗ് ഒബീസ് ഓർ പ്ലസ് സൈസ് പേഷ്യൻസ്. അപ്പോൾ ഇൻ്റർവ്യൂ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് തന്നെയായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് എപ്പോഴും സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകളായിരിക്കും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളുടെ ക്വസ്റ്റിനകത്തുള്ള അതേ സെൻറ്റൻസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് തിങ്, നമുക്ക് എപ്പോഴും ആൻസേഴ്സ് വരുന്നത് നഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതും കൂടെ, കാരണം ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ നമുക്ക് എന്ത് വരേണ്ടത്, നമ്മുടെ ആൻസേഴ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ലയാനെ ഫീൽസ് എന്ന് പറയുമ്പം നമുക്കിവിടെ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്, നഴ്സാണ്. അപ്പോൾ നഴ്സിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കേണ്ടത്. എന്തിനെക്കുറിച്ചുള്ളത്? ഇൻ റെസ്പോൺസ് ടു ഇൻക്രീസിങ് നമ്പേഴ്സ് ഓഫ് പ്ലസ് സൈസ് പേഷ്യൻസ് അല്ലേ, പ്ലസ് സൈസ് പേഷ്യൻസിനെ കുറിച്ച്. അപ്പം അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യം നഴ്സസ് ഷുഡ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് നഴ്സസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ലയാൻ അവിടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നഴ്സസ് ഷുഡ് എന്നുള്ളതാണ് നമ്മളവിടെ കീവേഡ് എന്ന് പറയുന്നത്. കോഴ്സ് ഓഫ് ആക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയും. നമ്മൾ റീഡിങ്ങിലും ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനാകും. നഴ്സസ് ഷുഡ് ദാറ്റ് മീൻസ് നഴ്സസിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷനാണ്. ഇനി കൃത്യമായിട്ട് നമ്മൾ ഓപ്ഷൻസ് എടുക്കുക. നഴ്സസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ ലീഡ് ഇൻ എഡ്യൂക്കേറ്റിംഗ് ദം അബൌട്ട് ദ റിസ്ക്. സോ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ള എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസ്കിനെ കുറിച്ച്. മൂവിങ് ടു ബി പ്രോആക്റ്റീവ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ലൈസ് ബിഹൈൻഡ് ദ പ്രോബ്ലം. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അബൌട്ട് ദി പ്രോബ്ലംസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ പ്രോബ്ലം അല്ലേ.
Moving to C, remain focused on providing them with the best possible services provide ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3 കോഴ്സ് ഓഫ് ആക്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക പ്രോബ്ലംസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ പോസിബിൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3 കോഴ്സ് ഓഫ് ആക്ഷനിൽ ഏതാണ് നമ്മളോട് ലയാനെ അല്ലെങ്കിൽ ലയാനയുടെ അഭിപ്രായത്തിൽ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓഡിയോ ലിസൺ ചെയ്യുക, ഓഡിയോനകത്ത് നോക്കുക, നഴ്സസിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുക. നഴ്സസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ലയാനയുടെ പറയുന്ന കാര്യം എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിയോ ലിസൺ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ വിൽ സി ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പോകാം. Today I'm talking to Leanne Haydock, a nurse with a special interest in the care of obese or plus-size patients. This is a real issue, isn't it, Leanne? It is. The number of people carrying extra weight's been on the increase for some time. Obesity now affects around 1 in 4 adults in many Western countries, and it's known to be associated with increased risk of health conditions including type 2 diabetes, heart disease and stroke. But we shouldn't forget that the reasons for this increase are complex and often very challenging to understand. So addressing the root causes of the issue isn't the job of health professionals on the front line. Our job is to offer optimal care for these patients. And this means moving away from treating them as the exception to the rule, towards making them an integral part of what we do. I'm committed to that idea, but making it happen is easier said than done. It means a major shift in both attitudes and policies. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓഡിയോ ലിസൺ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോ addressing the root cause of the issue is not the job of healthcare professionals അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. അപ്പോൾ നേഴ്സ് എന്നുള്ളൊരു കാര്യം, നഴ്സസിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളത് ഫ്രേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ളതാണ്. അപ്പോൾ അതല്ല നഴ്സസിൻ്റെ ജോബ് എന്നാണ് പറയുന്നത്. അവർ ജോബ് ഈസ് ടു ഓഫർ ഒപ്റ്റിമൽ കെയർ ഫോർ ദിസ് പേഷ്യൻസ്. അപ്പോൾ കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കെയർ ഇൻ ദ സെൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ കൃത്യമായിട്ട് ഓപ്ഷൻസ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത് സി ഓപ്ഷനാണ്. റിമെയിൻ ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ദം വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ സർവീസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ലിസണിങ് പാർട്ട് സി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസും നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് എങ്ങനെയാണ് അത് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കർ അതിന് ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തുടർന്ന് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് അതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ സ്കോർ ഉയർത്തുന്നതിന് സഹായകരമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോകൾക്കായി കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ ടിൻസിസ് അക്കാഡമി.